കൂടരഞ്ഞി കൊലപാതകത്തിൽ മരിച്ച ആളെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. 39 വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ മറ്റ് രേഖകളോ ലഭ്യമായില്ല. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നും അന്വേഷണ സംഘം. ബെൻസൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. ബെൻസൺ, ഈ കേസിൽ പോലീസ് ഇപ്പോൾ എന്ത് രീതിയാണ് അവലംബിക്കുന്നത്? ഉറപ്പായും ഈ 39 വർഷം മുമ്പ് നടക്കുന്ന ഒരു കേസാകുമ്പോൾ അതിൻ്റെ തെളിവുകളടക്കം സമാഹരിക്കുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നത്? ലക്ഷ്മി പത്മ, 39 വർഷം മുമ്പ് നടന്ന കൊലപാതകം, 2 കൊലപാതകങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് മുഹമ്മദ് അലി നടത്തിയിട്ടുള്ളത്. 39 വർഷം മുൻപ് 36 വർഷം മുമ്പ് നടന്ന 2 കൊലപാതകങ്ങൾ. അതിൽ ഈ കൂടരഞ്ഞി കൊലപാതകത്തിൽ മരണം നടന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുമ്പോഴും ഈ മരിച്ചയാൾ ആര് എന്ന് കണ്ടെത്താനാവാതെ കുഴങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. പല രൂപത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയെങ്കിലും ഇയാളുടെ ഐഡന്റിറ്റി വെളിവാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ മരിച്ചത് ആര് എന്ന് കണ്ടെത്താൻ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ റിമാൻഡിലാണ് ഈ പ്രതി, മുഹമ്മദ് അലി എന്ന് പറയുന്ന പ്രതി റിമാൻഡിലാണുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ കുറ്റസമ്മത മൊഴി കൊണ്ട് മാത്രം ഈ കേസ് മുൻപോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇയാൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇയാൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നടന്ന 39 വർഷം മുമ്പ് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അന്നത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളോ മറ്റ് രേഖകളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ലഭിച്ചാൽ മാത്രമേ ഈ അന്വേഷണവുമായി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ കാലയളവിലെല്ലാം തന്നെ ഇതൊരു വലിയ വാർത്തയായി പുറത്തോട്ട് വരുന്നു. അതിനിടയിൽ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന മിസ്സിംഗ് കേസുകൾ അന്വേഷണ സംഘത്തിന് മുൻപിലോട്ടെത്തി. പക്ഷേ അവയിൽ നിന്നും ഒരു കാര്യമായിട്ടുള്ള ലീഡ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവസാനമായി വന്നത് പാലക്കാട് നിന്നൊരു എൻക്വയറിയാണ്. അത് പക്ഷേ 15 വർഷം മുൻപ് കാണാണ്ടായ ഒരു വ്യക്തിയെ കുറിച്ചുള്ള എൻക്വയറിയാണ് വന്നത്. പക്ഷേ അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള ലീഡ് ലഭിക്കുന്ന എൻക്വയറികൾ ഒന്നും തന്നെയും ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ വേണം പറയാൻ. സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള രേഖകൾ 39 വർഷം മുമ്പ് നടന്ന ഇൻക്വസ്റ്റ്, അതോടൊപ്പം തന്നെ മറ്റ് രേഖകളെല്ലാം തന്നെ ലഭിച്ചാൽ മാത്രമേ ഈ അന്വേഷണം കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ലക്ഷ്മി പത്മ. ബെൻസൺ ബാബു ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.